ഹലോ, ഗുഡ് മോർണിംഗ്. ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്, ചിങ്ങ 1-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കില്ലെന്നല്ല, ഇന്നലത്തെ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് എനിക്ക് ജലദോഷം പിടിച്ച് എനിക്കിന്ന് വയ്യ പോകാൻ. ഇന്ന് കുറച്ച് വർക്കുണ്ടായിരുന്നു, പോയില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന്. സംഭവം ഇന്ന് ഫുള്ള് വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ. സുലയുടെ പാചകവും അമ്മയുടെ പാചകവും പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എന്തിനാണ് പരിപാടി? സുലേ, ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, പായസം വെക്കണം. അതാണ് പറയാനുള്ളത്, പായസം. ഇന്ന് സുലയുടെ ഭാഗം ഒരു പായസം ഉണ്ട് കേട്ടോ. ഇന്ന് പായസം, സുലയുടെ പാചകം കാണണമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് സുലയുടെ പാചക വീഡിയോ ഉണ്ട് കേട്ടോ. അമ്മ ഇന്ന് എന്തിനാണ് സ്പെഷ്യൽ? അമ്മ ഇന്ന് എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതെ, ഇന്ന് പായസ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. എനിക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഇന്ന് ഇവരുടെ കാര്യങ്ങളാണ് നിങ്ങളിന്ന് കാണുന്നത്. അമ്മ കാപ്പി എന്തിരമ്മ? കാപ്പി ഇടിയപ്പവും ഉള്ളിക്കറി. എവിടെ ഇടിയപ്പം? ഉണ്ടാക്കിയത് തീർന്നു. അതെന്തിനാ ഇത്? അത് നിനക്കും തന്ന അമ്മയ്ക്ക് കൊടുക്കണം. എനിക്ക് തന്നെന്ന് പറയല്ലേ, വീഡിയോ എടുക്കല്ലേ. ഞാനേ ഇപ്പൊ വന്നതേ ഉള്ളു അടുക്കളയിൽ. എനിക്ക് തന്നെന്ന് പറയല്ലേ, ഇടിയപ്പം ഉണ്ടാക്കുന്നേ ഉള്ളെന്ന് പറയാ. ഇടിയപ്പം ഉണ്ടാക്കുന്നേ ഉള്ളു. ഇതൊക്കെ ഇനി എന്ന് പഠിക്കും? അതൊക്കെ പഠിക്കും, തുടങ്ങിയല്ലേ ഉള്ളു. ഗൈസ്, ഞാൻ രാവിലെ ഇടിയപ്പം ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് എടുത്തന്നേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് ഇടിയപ്പവും ഉള്ളിക്കറിയാണ് ഇന്നത്തെ കാപ്പി. പിന്നെ ഇതാ പൊരിച്ച മീൻ ഉണ്ടായിരുന്നു, അത് എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തന്നതാണ്. ഞാൻ അതൊക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, കുറച്ച് ജോലികളുണ്ട്, ഇവിടത്തെ ഒതുക്കാനൊക്കെ ഉണ്ട്. രാവിലത്തെ പണിയാണ്. എന്തരായിരുന്നു ഊക്കാണ് രണ്ടുപേരും കൂടെ. ഞാൻ എന്തിനു പറഞ്ഞാലും എന്നെ രണ്ടുപേരും കൂടെ ഊക്കാണ് കേട്ടോ. എന്തേടി പറഞ്ഞിട്ട് പോയേ? എന്തേര്? മുത്തശ്ശീനെ എല്ലാവരും തിരക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് വല്ലതും പറയാനുണ്ട? മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പലരും പരാതി പറയുന്നുണ്ട്. അത് തന്നെ, ഈ വീഡിയോ കാണുന്നവരേ അമ്മൂമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, അമ്മൂമ്മ എന്ത് മിണ്ടാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അമ്മൂമ്മേനെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്ത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. വല്ല പറയാനുണ്ടാ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത്? എന്തെങ്കിലും അമ്മ മിണ്ടൊക്കെ ചെയ്യും, സംസാരിക്കും, എല്ലാവർക്കും ഉണ്ട്. അമ്മമ്മ ഒരേ ചിന്തയിൽ അങ്ങനെ ഇരിക്കണേ. അമ്മമ്മ ഇങ്ങനെ ഇരിക്കണം, അമ്മമ്മ മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഒരാള് ഒറ്റയ്ക്ക് സൈഡിൽ പോയി നിന്ന് പല്ല് തേക്കണം, കാണിച്ചേരേ. എന്തിനു വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന? കുറേ നേരം ആയല്ലേ പല്ല് തേക്കാൻ വന്നിട്ട്. ഇതിനു വേണ്ടി ഇവിടെ എന്തിരിക്കണം? നീർക്കോലി വരും, നോക്കട്ടെ. വിളക്ക് തേക്കാം. അതെ, ഫുള്ള് കരി പിടിച്ച് കട്ടായിട്ടുണ്ട്. എങ്ങനെ? പുളി വെള്ളത്തില്ലല്ലേ? അത് ഇന്നലെ നീ പറഞ്ഞിരുന്നില്ലല്ലേ? ഓ, ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഇത് ചെയ്ത കൂട്ടത്തിൽ കുറേ നേരം ഇട്ടിരുന്നാലും രാവിലെ എനിക്ക് വൃത്തിയാക്കാമായിരുന്നല്ലോ. ഞാനല്ലേ വൃത്തിയാക്കുന്നത്. നീ പല്ല് തേക്കുന്ന ബ്രഷ് തിന്നുന്നു. ഇത് കണ്ടാ തോന്നും ഇത് എനിക്കാണെന്ന്, പക്ഷെ ഇത് എനിക്കല്ല, ഇത് സുലയ്ക്കാണ്. സുല എന്താ കാപ്പി കുടിക്കായിരുന്നോ?
അത് അത് നീ ഇത് കഞ്ഞിയും ഇതുമാക്കി എന്ത് പഴഞ്ചോറ അത് അങ്ങനെ ആക്കിയത് കൊതി വന്നാ കഴിച്ചോ. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി ഗൈസ്. എൻ്റെ ഉച്ചക്കത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ എടുത്ത് വെച്ചിരുന്നതല്ലേ, എനിക്ക് എടുത്ത് വെച്ചിരുന്നത്. സുലേ, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിർബന്ധിച്ചിട്ടാണ് നീ ജോലി ചെയ്യണത്? നീ എല്ലാവരും പരാതി കേട്ടോ എന്നെ, നീ ഇവിടെ റെസ്റ്റ് ഇല്ലാതെ ജോലി എടുക്കുന്നു, എപ്പോഴും രാവിലെയൊക്കെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു. അപ്പം ഇതിനെന്താണ്, നിനക്കെന്താണ് പറയാനുള്ളത്? നിനക്ക് പറയാനുള്ളത് പറ. അത്ര രാവിലെ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ പൊന്നെ. ഇത് ഞാൻ പറഞ്ഞു പറയുമ്പോ നിനക്ക് പറഞ്ഞറിയും. അതെല്ലാരും പറയുന്നത് നിനക്ക് റെസ്റ്റ് തരുന്നില്ല, റെസ്റ്റ് കൊടുക്കുന്നില്ല. ഞാൻ നിന്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനല്ലേ ഞാൻ പറയുന്നുള്ളൂ. കേട്ടല്ലോ ഗൈസ്, ഞാൻ ഒന്നും പറയുന്നില്ല. സംഭവം പുള്ളിക്കാരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, പുള്ളിക്കാർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അവർക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോഴാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇപ്പം നമ്മളോട് അമ്മയും ഉണ്ട്. ഇപ്പോൾ ഒരുപ്പെട്ട കാര്യങ്ങളൊക്കെ അമ്മയാണെന്ന് തോന്നുന്നു. അമ്മ ഇപ്പം അടുക്കളയിലാണ്. അപ്പം അമ്മയും ഉണ്ട് സഹായത്തിന്. അപ്പോൾ രാവിലെ അവൾ ചെയ്ത് തരുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. പിന്നെ എനിക്ക് എന്തിനാലും പിടിച്ച് കെട്ടിയിരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് കഴിയട്ടെ, കുറച്ച് പരിപാടികളോട് ഉണ്ട്. എന്തേരാണ് പരിപാടി? പായസം എപ്പ വെക്കും? എന്തിന് പായസമാണ് അത് പറഞ്ഞില്ല. നോക്കട്ടെ, ബ്രഹ്മരി അല്ല, നിന്റെ ബ്രഹ്മരി. ഇത് എവിടെ നിന്ന് കേട്ട്? അമ്മച്ചി, എന്തിനു മീൻ കറിയമ്മ ഇന്ന്? മീൻ കറി കൊഴിയാണ്. പൊരിച്ചാ? പൊരിക്കാനൊന്നും ഇല്ലടാ, ഭയങ്കര ഇവിടെ ഒന്നും വെട്ടമില്ല കേട്ടാ. പൊരിക്കാൻ വേണ്ടി ഇല്ല. 100 രൂപയ്ക്ക് 6 എണ്ണം. പരിപ്പ് വെച്ചു, പിന്നെ അവിയല്, തോരൻ. ഒരു 2 എണ്ണം പൊരിക്കാം. പൊരിക്കാൻ ഇല്ലായിരുന്നു, 6 എണ്ണം ഉള്ളായിരുന്നു. ഉണ്ടെങ്കിൽ അറിയാതെ പൊരിക്കുമെന്ന്. പൊരിച്ച മീനില്ല കൈ ഇല്ല, ഇവിടെ 6 രൂപയ്ക്ക് 6 എണ്ണം. പക്ഷെ നല്ല നാടൻ മീൻ. എനിക്ക് വിശക്കുന്നു. കാപ്പി എടുത്ത് കൂടി അടയ്ക്ക് കാപ്പി ഇരിക്കുന്നു. വരും കാപ്പി കുടിക്കട്ടെ. എനിക്ക് രണ്ടാമത് വെച്ചേക്കും. സംഭവം നമ്മൾ വർക്കിന് പോകുമ്പോ 10 മണിക്ക് ഫുഡ് കഴിച്ച് ശീലമായി. തള്ള ഭയങ്കര പാട്ടാണ്. പാട്ട് പാടി ഉറക്കാൻ ആഗ്രഹം വന്നിരിക്കുന്നു. എന്ത് ചെയ്യാൻ? 1 മാസവും കൂടെ കാത്തിരിക്കണ്ടേ. പാട്ടുപാടി ഉറക്കിയാ മതി. പാട്ടുപാടി ഉറക്കാൻ പാട്ടുകളെല്ലാം വന്നിരിക്കുന്നു. 2 പേരെ പാട്ടുപാടി ഒരു പരിവാക്കി. ഇനി ഒരാളും കൂടെ വരണം. അങ്ങനെ കാത്തിരിക്കുന്നു. ഇനി 1 മാസം പെട്ടെന്ന് വരൂ മകനെ. മകനായാലും മകളായാലും പെട്ടെന്ന് വരൂ. അച്ഛമ്മയ്ക്ക് പാട്ട് പാടിക്കൊള്ളാൻ വയ്യ. പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചോ? പഠിക്കാനൊന്നുമില്ല, പാട്ടുകളുണ്ട്. ഇനി വന്നാൽ മതി. നിങ്ങളങ്ങ് തുടങ്ങും. ഇപ്പൊ ഞാൻ പോയി കാപ്പി പിടിച്ചിട്ട് വരേ. എന്നിട്ട് നിങ്ങളിപ്പോ പായസം ഉണ്ടാക്കോ? അപ്പൊ ഞാൻ ആഹാരം കഴിച്ചിട്ട് വിട്ടു. നല്ല വിശപ്പായി. നെയ്യ് ഒഴിച്ചിട്ട് ബ്രഹ്മസലി വറക്കണം. നല്ല മണം. വറുത്തിട്ട് 3 പാൽ ഒഴിക്കണം. നെയ്യിലെ മണം വന്നാ പിന്നെ ചൂടാക്കാന് ഈ പാത്രം ചൂടാക്കല്ല നമ്മൾ. അപ്പൊ ഗൈസ്, അമ്മ ബ്രഹ്മസലി പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സുലേ, ഇതെന്തൊരു പായസമാണ്? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഇതിന് ബ്രഹ്മസലി പായസം എന്നാണ് പറയുന്നത്. നമ്മുടെ സുല വന്നിട്ട് സുലയുടെ വീട്ടില് സുല മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. എന്താണ്? സുല പറയുന്നത് ബ്രഹ്മരി പായസം എന്നാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടില്, നിങ്ങളുടെയൊക്കെ ഏരിയയിലൊക്കെ ഈ പായസത്തിന് എന്താണ് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ പറയട്ടെ. ഇനി അമ്മ പറയൂ.
സുലയ്ക്ക് പായസം ബ്രഹ്മസലി പായസം കുടിച്ചോളാം മരുന്ന് 2 ദിവസം ഒരു മാസം കൊണ്ട് കൊതി ഇറങ്ങിയാണ്. അപ്പൊ ഞാൻ ഒരു മാസം ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞില്ല. എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോളടുത്ത് പറഞ്ഞു, അവള് വെച്ച് കൊടുത്ത്. എന്നിട്ടും എനിക്കൊരു ആഗ്രഹം പൊട്ടിത്തെറിച്ച അത് ഈ പാത്രം ആയോണ്ടാണ്. അതെന്തിനടുത്ത് ഒഴിച്ചത്? സുലയ്ക്ക് പാല്, തേങ്ങാപ്പാല്. അതാണ് വെള്ളം പോലെ ഇരുന്നത്. ഞാൻ പാലിന് ഇത്രയും വെള്ളം പോലെ ഇരിക്കണം. അത് പറ. പലരും പല രീതിക്ക് വെക്കും, നമ്മളെ രീതിക്ക് വെക്കുമെന്ന് ഞാൻ പറയാം. പലയിടത്തും പല സ്റ്റൈല് രീതിക്കാണ് വെക്കുന്നത്. അപ്പൊ നമ്മള് വിചാരിക്കും, അയ്യോ ഇങ്ങനല്ലല്ലോ വെക്കുന്നത്, നമ്മളിങ്ങനെ വെക്കുന്നത്. അല്ല, അത് നല്ലതല്ലേ, നമുക്ക് പുതിയ അറിവുകൾ കിട്ടുന്നത് നല്ലതല്ലേ. ആ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എന്റെ മരുമകൾക്ക് ഞാൻ ബ്രഹ്മസലി പായസം വെച്ച് കൊടുക്കാൻ പോണു. മോള് വെച്ച് കൊടുത്ത് എന്നിട്ടും എനിക്കൊരു തൃപ്തിയില്ല. അപ്പൊ ഞാനും കൂടെ ഇന്നെത്തി വെച്ച് കൊടുക്കണം. കുഞ്ഞുവാവരെ കൊതിയല്ലേ പറയുന്ന എന്റെ കൊച്ചില്ല. ഓക്കെ, എപ്പ റെഡിയാവും? എത്ര സമയം എടുക്കും? കുഞ്ഞു വാവയ്ക്കും ഈ വാവയ്ക്കും കൊതിയുണ്ടേ. ഈ വാവയ്ക്ക് കൊതിയില്ല, ഈ വാവയ്ക്കാണ് തോനെയും കൊടുക്കുന്നത്. അതിൽ അല്പം നിനക്ക് അല്ല, ഈ വാവയ്ക്കും കൊതിയുണ്ട്. പിന്നെ അല്ലാതെ അവനും കൂടെ കൊടുക്കാം. നമ്മള് ഒരു സ്ഥലത്ത് കിടക്കുമ്പോ അവനല്ലേ മോളെ ഓടാനുള്ള ഓട്ടം. ഇങ്ങോട്ട് നോക്ക്. തമ്പനയിലിടാം. ഇടും മോനെ. നോക്ക്. ഹായ്. അപ്പൊ നമുക്ക് തമ്പനയിലിടാനുള്ള സാധനമാണ് ഇത്. എന്തിനു തിന്നണത്? എടീ, പായസം എനിക്കല്ലേ? ചൗരം എന്തല്ലേ? പായസം വേവുന്നതിന് മുമ്പേ കോരി കൊണ്ടുവച്ച് കുടിക്കണം. ഇത് കഴിവിയാ? എന്തിനു കഴിവ്? ചൂടുവെള്ളത്തിൽ കഴിവണം, ചെത്തിക്കളയണം. കഴിവാതെയൊക്കെ കൊണ്ടുവച്ച് ക്യാരറ്റൊക്കെ എടുത്ത് വെച്ച് തിന്നണം. നിനക്ക് തിന്നാനായിട്ട് ഇനി ഒരു വെട്ടി ക്യാരറ്റ് ഇറക്കിയത്. മുയല ക്യാരറ്റ് ചവച്ച് തിന്നെ. അമ്മോയ് വിശക്കുന്നു. കാപ്പിയും കുടിച്ചില്ല. എവിടെ കാപ്പി? ഞാൻ കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. എനിക്ക് കാപ്പി കിട്ടിയില്ല ഗൈസ്. ഞാൻ എഡിറ്റിങ്ങിലായിരുന്നു. പിന്നെ കാപ്പിയുടെ കാര്യം ഞാനങ്ങ് മറന്നും പോയി. പായസവും കുടിച്ച് കാപ്പിയും കുടിക്കാം. കാപ്പി മീൻസ് നമ്മുടെ ആഹാരം, ഫുഡ്, അതായത് ഇടിയപ്പവും ഉള്ളിക്കറി. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മണം കിട്ടുന്നുണ്ടോ? സംഭവം അമ്മതാ അടിപൊളി ബ്രഹ്മസലി പായസം. സുലയുടെ അതെ ബ്രഹ്മരി പായസം. അപ്പൊ ഓക്കെ, ഞാൻ പാത്രം എടുത്തോണ്ട് റെഡി ആയിട്ടിരിക്കും. പാത്രം പായസം. അപ്പൊ സുല പായസത്തിന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ പോണു. ഇത് എത്രാമത്തെ ടേസ്റ്റ് ചെയ്യാൻ പോണു? അടുപ്പിൽ വെച്ചപ്പോ തൊട്ട് ടേസ്റ്റ് ചെയ്യിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ ഇനി എന്തിനാണ് പരിപാടി? പപ്പടം വേണം കേട്ടോ. ഈ മറ്റേ ഇതില്ലേ അമ്മച്ചി ഇതില്ലേ മറ്റേ ബോളി? അപ്പൊ ബോളിയും കൂട്ടി ഇന്നേക്കൊരു പൊടി. ഗൈസ്, ഞാൻ പായസം കുടിക്കാൻ പോവുകയാണ്. അമ്മ വെച്ച ബ്രഹ്മസലി. അമ്മ പായസം വെച്ച് കുടിച്ചിട്ട് ഒരുപാട് നാളായിട്ട്. അമ്മ അവസാനം വെച്ചെന്നായിരുന്നു? കഴിഞ്ഞ ഓണത്തിനുമല്ല, കഴിഞ്ഞ ഓണത്തിനാണ് അമ്മ അവസാനമായിട്ട് പായസം വെച്ചത്. അപ്പം പാചകമൊന്നുമില്ല, മക്കളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും നാൾ കൂടി ഇത് കാണിക്കട്ടെ. അങ്ങനെയല്ല, ആദ്യം പ്ലേറ്റ് വെയ്, തറയില് വെയ്. അതില് വെച്ചു, ബോളി വെച്ചു. ഇനി പായസം. ഓ പൊളി.
മോനെ ഞാൻ ഇതല്ലാതെ സെറ്റ് ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. കല്യാണം ആഗസ്റ്റ് 25, ചിങ്ങം 9. കല്യാണ സമയം 11 മോളിൽ 11:30 11:30. എൻ്റെ അപ്പച്ചിയാണ് എൻ്റെ അളിയൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ്. അളിയ അവിടെ അളിയ അങ്ങ് പോയാ? അളിയ അങ്ങ് പൊക്കളഞ്ഞ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞ കല്യാണത്തിൻ്റെ കാര്യം ഇതാണ്. അപ്പം അച്ഛനും കൂടെ പോവേണം കേട്ടോ. അച്ഛൻ്റെ പെങ്ങളെ അടുത്ത നിങ്ങൾ അവിടെ പോവല്ലേ? ചക്കര അടുത്ത് പോവല്ലേ? അപ്പം പെങ്ങളടുത്ത് പോവുകയാണ്. അവിടെ കല്യാണം പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോയി നമ്മൾ അങ്ങ് എത്തിയേക്കാം. പിന്നെ നിനക്ക് എന്താടാ എങ്കിൽ കല്യാണത്തിന് അന്ന് എടുക്കാടാ. അപ്പം പായസമൊക്കെ കുടിച്ച് നല്ല ഉറക്കത്തിൽ കിടക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് അപ്പച്ചിയും അത് തന്നെ മത്ത് കയറി കിടക്കായിരുന്നു. അപ്പോഴാണ് അളിയനും അപ്പച്ചിയും കൂടെ അളിയൻ്റെ കല്യാണം വിളിക്കാനായിട്ട് വന്നത്. ആദ്യം അവർ വന്ന് ഇരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഉറക്കപ്പിച്ചിൻ്റെ ആ ഒരു ഇതിലായിപ്പോൾ അവർ ഇറങ്ങിയ സമയത്താണ് ഞാനല്ല അയ്യോ ഇത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അളിയന് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അളിയൻ സമ്മതിച്ചില്ല കേട്ടാ. കല്യാണത്തിന് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കല്യാണം എന്തായാലും അന്നത്തെ ദിവസം വീഡിയോ ഉണ്ടാവും. കല്യാണം വന്നിട്ട് 25-ാം തീയതിയാണ്. അപ്പോൾ അതിനാണ് ഞാൻ കേട്ടോ മുടി വെട്ടാതിരിക്കുന്നത്. മുടി വെട്ടുന്ന സമയത്ത് ആ സമയത്ത് മുടി വളരും. അതുകൊണ്ടാണ് മുടി വെട്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും മുടിയൊന്നും വളർത്തത്തില്ല. അമ്മ ചോറ് കഴിച്ചാ? ചോറ് കഴിക്കാം. അച്ചാറില്ലേ? അത് തന്നെ അച്ഛൻ അനിയത്തിയുടെ വീട്ടിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് അച്ഛൻ ഇത്രയെല്ലാം അവിടെ നിന്ന് കഴിക്കും. പിന്നെ നമുക്ക് ചോറ് കഴിക്കാം. അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോണേ. ഞാനും അമ്മയും ചോറ് കഴിക്കുവാണ്. സുല ഇപ്പം കഴിക്കുന്നില്ല. സുല എത്ര ഗ്ലാസ് പായസം കുടിച്ചത്? സുലയ്ക്ക് മാത്രമായിട്ടാണ് സ്പെഷ്യൽ പായസം ഉണ്ടായത്. നമ്മൾ കുടിച്ചതേ ഉള്ളൂ. സുല ഇഷ്ടംപോലെ പായസം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് സുല. എത്ര കുടിച്ചെന്ന് പറഞ്ഞാ? എത്ര ഗ്ലാസ് ഓർമ്മയില്ല. അതുകൊണ്ട് സുല ചോറ് കഴിക്കണില്ല. നമ്മൾ ചോറ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ. ചോറ് കഴിക്കട്ടെ ഗൈസ്. ചോറ് കഴിച്ചിട്ട് മിക്കവാറും കിടന്നുറങ്ങാനുള്ള പ്ലാനാണ്. ഉറക്കം പാതിയിലാണ് എണീച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ലൈവ്, അതായത് ഞായറാഴ്ചത്തെ ലൈവ് വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊഴുങ്ങി തീർന്നപ്പം ഞാൻ എണീച്ചപ്പോൾ എത്ര മണിയായി സുലേ? ഞാൻ എണീച്ചപ്പോൾ തന്നെ ഒരു 6-6:30 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും പരാതിക്കൊക്കെ പോയി. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും പിന്നെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ സാധാരണ 8 മണിക്കായിരുന്നല്ലോ ലൈവ് വരേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ 7:30 ആക്കി. അതുകൊണ്ട് നേരത്തെ എല്ലാം സെറ്റാക്കണമായിരുന്നു. അതുകൊണ്ട് എല്ലാം പെട്ടെന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വേറെ കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത പുതിയ ആൾക്കാർക്ക് നമ്മളെ വീഡിയോ സജഷൻ ചെല്ലുകയുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞാൻ പറയുന്ന ഒരു 200 വ്യൂവേഴ്സൊക്കെ കിട്ടുന്ന വീഡിയോയ്ക്ക് എനിക്കൊരു 10-20 ലൈക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എനിക്ക് വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, വീഡിയോയ്ക്ക് അടുത്ത പുതിയ ആൾക്കാരിലേക്ക് നമ്മളെ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറന്നു പോകരുത്. പലരും മറന്നു പോകുന്നുണ്ട്. അതെൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഞാൻ ഇതാണ് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നതാണ്, ഇനി ശ്രദ്ധിച്ചോളാം. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്തായാലും നമ്മൾ തിരുത്തി നല്ല രീതിക്ക് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ക്വാളിറ്റി, അതായത് വീഡിയോ ക്വാളിറ്റി അതും മാറ്റുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യങ്ങളൊക്കെ പിന്നണിയിൽ നടക്കുന്നുണ്ട്, എല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ബൈ.